ഹലോ ഗൈസ്, വെൽക്കം ടു റിയൽ ടോക്ക്. ഇറ്റ്സ് സുമിത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള വീഡിയോ കാണാൻ തുടങ്ങണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ, ഈ ഒരു വീഡിയോയ്ക്ക് അഭിപ്രായങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു തംബ്നെയിൽ കണ്ടിട്ടായിരിക്കും കുറേ ആൾക്കാർ വന്നിട്ടുണ്ടാവുക. എന്താണെന്ന് പറഞ്ഞാൽ അപ്പെക്സിൻ്റെയും അതേപോലെ തന്നെ സ്വിഷ് ദ ലിമിറ്റ്ലെസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൻ്റെയും നമുക്ക് പുതിയ അപ്ഡേറ്റ് കിട്ടാൻ പോവുകയാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ കാശ് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിൽ പുതിയ ആൾക്കാർക്ക് ഒരു അപ്ഡേറ്റ് അവരുടെ സൈഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ കാശ് പോയിട്ടുണ്ടാവും. അപ്പോൾ അതിൽ അപ്ഡേറ്റ് ഞാനെങ്കിലും തരുമെന്ന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഈ വീഡിയോ കാണുന്നുണ്ടാവുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആൾറെഡി തന്നെ അപ്പെക്സിനെ പറ്റി ഞാൻ ഒരുപാട് വീഡിയോകളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു 2 വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അപ്പെക്സും എൻ്റെ ആയിട്ടുള്ള ബന്ധം വളരെയധികം ഭയങ്കര രീതിയിൽ അറിയും. അപ്പോൾ അപ്പെക്സിന് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ നെഗറ്റീവ് പറഞ്ഞത് എന്നുള്ള കാര്യങ്ങളും നിങ്ങൾക്കറിയും. ഒരുപാട് പാവപ്പെട്ടവർ, ഇതിൽ പൈസ പോയ ആൾക്കാരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇതിലുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊക്കെ ഉള്ളൊരു വോയിസും കൂടി ആയിരിക്കും എൻ്റെ ഈ ഒരു വീഡിയോ. അപ്പോൾ ഇതൊരു ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോ ഇൻഫർമേറ്റീവ് ആയി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ഇത് ഷെയർ ചെയ്യാൻ നിങ്ങൾ 100% ശ്രമിക്കണം. അപ്പോൾ നമ്മൾ എന്തായാലും പോയിന്റിലേക്ക് വരാം. ഫസ്റ്റ് തന്നെ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് അപ്പെക്സ് ടോക്കനെ പറ്റിയിട്ടാണ്. അപ്പം ഞാനൊരു 8 മാസം മുമ്പ് അപ്പെക്സ് ടോക്കനെ പറ്റി ഒരു വീഡിയോ ഇടുമ്പോൾ ഈ ഒരു ടോക്കൻ്റെ വാല്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ വാല്യൂ എത്രയാണെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വീഡിയോയിൽ 0.00115 എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലായിരുന്നു അപ്പെക്സ് ടോക്കൺ അന്ന് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞു ഏതൊരു ടോക്കൺ ആയാലും ഈ ഒരു വാല്യൂ ഒക്കെ ഇടിയാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ആ സാധ്യതകൾ നമ്മുടെ കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഫുള്ളി ആയിട്ടുള്ള റീസൺ പറഞ്ഞു തന്നു. ഇതിൻ്റെ ഈ ഒരു ടോക്കണിൻ്റെ ഒരു വാല്യൂ ഒക്കെ നിർണ്ണയിക്കുന്നത് ഈ ഒരു കമ്പനി മാത്രമാണ്. ഈ കമ്പനിയിലെ ഓണർ മാത്രമാണ്, ഈ ഒരു മാണി എന്ന് പറയുന്ന വ്യക്തിയൊക്കെയാണ് ഇതിൻ്റെ ടോക്കണിൻ്റെ വാല്യൂ നിർണ്ണയിക്കുക. എന്താണെന്ന് പറഞ്ഞാൽ ഇതിലേക്ക് ആൾക്കാർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ അത് വെച്ചിട്ട് ഇതിലൊരു ബൂസ്റ്റപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അതിൽ വെച്ചിട്ട് ഇതൊരു ലോക്ക് ചെയ്യുക, ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് അവർക്ക് ആവശ്യമുള്ളപ്പോൾ അത് എടുക്കുക എന്നുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്യുക. അല്ലാതെ ഇതിലൊരു പബ്ലിക് ട്രേഡോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല. എന്താണെന്ന് പറഞ്ഞാൽ ഇതിൽ ആൾറെഡി ഉള്ള കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ട്രേഡ് ചെയ്യുക മാത്രമാണ് ഇതിന് ഒരു വാല്യൂ വ്യത്യാസമൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ആദ്യത്തെ, ഞാൻ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇതിൻ്റെ ആദ്യത്തെ ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക. അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ സത്യമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ആൾറെഡി പൈസ ഇട്ടുള്ളവരുടെ എല്ലാ പൈസയും ഇപ്പോൾ അവിടെ ലോക്കായി കിടക്കുന്നുണ്ട്. ഇവർ ഫേസ് 1 എന്ന് പറഞ്ഞിട്ട് ഇറക്കും, ഫേസ് 2 എന്ന് പറഞ്ഞിട്ട് ഇറക്കും, ഫേസ് 3 എന്ന് പറഞ്ഞിട്ട് ഇറക്കും. എന്നിട്ട് ഒരു കാര്യമൊന്നുമില്ല, നിങ്ങളുടെ പൈസ ഇനി കിട്ടാൻ പോകുന്നില്ല എന്നുള്ളൊരു കാര്യം. എന്താണെന്ന് പറഞ്ഞാൽ 4 വർഷം മുമ്പ് 6,000, 7,000, 10 ലക്ഷമൊക്കെ ഇല്ലെങ്കിൽ 1 ലക്ഷമൊക്കെ മുടക്കിയ ആൾക്കാർക്ക് ഇന്ന് വരെ ആ ഒരു പൈസ തിരിച്ച് കിട്ടാൻ എന്തായിട്ടില്ല, ഒരു അവസരം അവർ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. പുതിയ പദ്ധതികൾ കൊണ്ടുവരുന്നു. ടയർ 1 അങ്ങ് എക്സ്ചേഞ്ച് ചെയ്യും, ടയർ 2 ലെവലായിട്ടുള്ള എക്സ്ചേഞ്ചുകൾ ഞങ്ങൾ എന്ത് ചെയ്യും, ഇത് കൊണ്ടുവന്ന് ലിസ്റ്റ് ചെയ്യും. അങ്ങനെയുള്ള ഒരുപാട് വാഗ്ദാനങ്ങൾ തന്നിട്ട് ഒരുപാട് ആൾക്കാരുടെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണല്ലോ. അപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്ന് പിടിച്ച് നിൽക്കണ്ടേ. അപ്പോൾ പുതിയ അപ്ഡേറ്റുകൾ ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട്, പുതിയ കാര്യങ്ങൾ ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഡിലേ ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവസാനം ഈ ഒരു സമയമാകുമ്പോഴേക്കും പറ്റിച്ചു. ഇപ്പോൾ ഒരാളും അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല, ഒരാൾക്കും അതിൻ്റെ ഒരു കാശ് പോയതിൻ്റെ ഒരു എന്താണെന്ന് പറയാം, എന്താണെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഹെൽപ്ലെസ് ആണ്, അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലായി. അപ്പോൾ ഇതന്നെയായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അപ്പെക്സ് ടോക്കൺ എന്ന് പറയുന്നത് ഫുള്ളി ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്, ഇല്ലെങ്കിൽ വളരെയധികം സ്കാം ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. അപ്പോൾ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ആൾക്കാരോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഇതിലൊന്നും പോയി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യരുത്. അപ്പോൾ ഇനി എന്തായാലും ഇവർ പുതിയൊരു പദ്ധതിയായിട്ട് വരുമ്പോൾ ഈ ടോക്കൺ അന്ന് ഞാൻ വിചാരിച്ചു ഇടയിലെങ്കിലും ഒരു പുതിയ പദ്ധതി കണ്ടിട്ട് നല്ലൊരു വാല്യൂ കയറും എന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെയൊന്നുമില്ല. അവരെ ഫുള്ളി നിങ്ങൾ ആൾക്കാരിനെ പറ്റിച്ചിട്ട് അവർ മുങ്ങുകയാണ് ചെയ്തത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എന്തായാലും ഇനിയൊന്നും അത് ഒരുപാട് പ്രതീക്ഷ ഒന്നും വെക്കരുത്. നിങ്ങൾക്ക് ആരെങ്കിലും പൈസ തരാണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം ഹാർഷായിട്ടും അവരുടെ രീതിയിലേക്ക്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ആളൊക്കെ ആണെങ്കിൽ അവരോട് ചോദിക്കുക. അവരും ഹെൽപ്ലെസ് തന്നെയാണ്. എന്താണെന്ന് പറഞ്ഞാൽ മേലെയുള്ള ആളായിരിക്കും അവനെ പറ്റിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ MLM സ്കീമാണ്, അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടും ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത ആൾക്കാരോട് എനിക്ക് എന്താ പറയാനുള്ളത്, വളരെയധികം സങ്കടം മാത്രമേ ഉള്ളൂ. എന്താണെന്ന് പറഞ്ഞാൽ പൈസ എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരും പോയിട്ടുണ്ടാവും. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകളിലൊന്നും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യരുത് എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇതെല്ലാം ഞാൻ പറഞ്ഞൊക്കെ തെറ്റാണ്, ഇപ്പോൾ ഒക്കെ പ്രോജക്റ്റ് അടിപൊളിയാണെന്നൊക്കെ പറയുന്നവർ തീർച്ചയായും കമൻറ്റിൽ വന്നിട്ട് എന്താണ് പുതിയ അപ്ഡേറ്റ് എന്നും കൂടി കുറേ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ പറയുന്നുണ്ട്. ഇനി ഞാൻ അടുത്ത് പറയാൻ പോകുന്നത് സ്വിഷ് ദ ലിമിറ്റ്ലെസ്, അതേപോലെ തന്നെ ക്യാബിയ കാർഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാബിയ കാർഡ് എന്ന് പറഞ്ഞാൽ വളരെയധികം ഭയങ്കരമായിട്ടുള്ളൊരു ഹൈപ്പൊക്കെ കൊടുത്തിട്ടുള്ളതാണ്. എന്താണെന്ന് പറഞ്ഞാൽ ഒരു ആഡൊക്കെ ഞങ്ങളുടെ ഉണ്ടായിരുന്നു, ഒരു വീട്ടിൽ പെണ്ണ് കാണുന്ന ഒരു സീനൊക്കെ ഉണ്ടായിരുന്നു. അതിൽ വന്നിട്ട് അവരുടെ അസറ്റായിട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു 6 ലക്ഷം രൂപേൻ്റെ ക്യാബിയ കാർഡ് ഹോൾഡറാണ് ആൾ. അത് കാരണം ഇത് ഫുള്ളി ഡിജിറ്റലൈസ് ആയത് കാരണം ഞങ്ങളുടെ മോളുടെ ഭാവി വളരെയധികം സേഫ് ആണ് എന്നുള്ളൊരു ആഡൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വിഷ് എന്ന് പറഞ്ഞിട്ടുള്ള ലിമിറ്റ് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ, അല്ലെങ്കിൽ സ്വിഷ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഒരു വേർഡിൻ്റെ ലാസ്റ്റ് സെഡ് ആണെന്ന് പറഞ്ഞിട്ട് അതും എനിക്ക് കഴിഞ്ഞ വീട്ടിലൊരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ
പുതിയ അപ്ഡേറ്റുകൾ എന്താണ് ഈ ഒരു കാബിയ കോഡ് കൊണ്ടുവന്നു, അങ്ങനെയുള്ള പല കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പുതിയ അപ്ഡേറ്റ് എന്താണെന്ന് ഞാൻ തന്നെ പറഞ്ഞുതരാം. ഈ ഒരു പ്രൊജക്റ്റ് പുതിയതായിട്ട് ഇനി നിങ്ങൾക്ക് കൊണ്ടുവരാൻ പോകുന്നത് അവൻ്റെ പുതിയ പദ്ധതികളായിരിക്കും. അപ്പോൾ എന്തൊക്കെയായിരിക്കും പദ്ധതികൾ? ഇവൻ്റെ ഒരു പുതിയ സ്വിച്ച് ബോർഡ് എന്ന് വേണ്ടിയിരുന്നുണ്ട്, പുതിയൊരു എക്കോസിസ്റ്റം കൊണ്ടുവരുന്നുണ്ട്, അവൻ്റെ പല ഇതിലേക്ക് മാറ്റും എന്ന് അവർ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങളാണ് അവർ ചെയ്യുക. അപ്പോൾ അതിൽ സ്വിച്ച് മാർട്ട് വരുന്നുണ്ട്, സ്വിച്ച് POS എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്, അതേപോലെ തന്നെ സ്വിച്ച് വേൾഡ് മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞിട്ടുള്ളത് വരുന്നുണ്ട്, അതേപോലെ തന്നെ സ്റ്റേക്കിംഗ് സിസ്റ്റം വരുന്നുണ്ട്, മെറ്റാവേഴ്സ് കൊമേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പൈസ അവിടെ ലോക്കായി കിടക്കുമ്പോൾ നിങ്ങൾ അത് ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ വായി മൂടിക്കെട്ടാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? ഞങ്ങൾ പുതിയൊരു സംഭവം കൊണ്ടുവരാൻ പോവാണ്, അതുകൊണ്ടാണ് ഈ ഒരു ഡിലേ നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ ആ ഓരോ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ ഓരോരോ ഡിലേ ഉണ്ടാവും. നിങ്ങളുടെ പൈസ അവിടെ ഇല്ലെങ്കിൽ നിങ്ങളുടെ മണി അവിടെ ലോക്കായി കിടക്കുന്നുണ്ടാവും. ആ പൈസയൊക്കെ ആരുടെയിലായിരിക്കും? ഈ ഒരു എക്കോസിസ്റ്റം ഉണ്ടാക്കിയ ആളുടെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു എക്കോസിസ്റ്റം ഉണ്ടാക്കിയ ആൾക്കാർ നേരത്തെ ഒരുപാട് സ്കാം ചെയ്തിട്ടുള്ളതാണ്. ഈ എല്ലാ കാര്യങ്ങളും കണക്റ്റഡ് ആയിട്ട് വരികയാണ്. അപ്പോൾ നമുക്ക് എന്താന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതെല്ലാം കണക്റ്റഡ് ആണെന്ന്, പക്ഷെ നമുക്കിത് ലീഗലി പ്രൂവ് ചെയ്യാൻ പറ്റില്ല. എന്താന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഐഡൻറ്റിറ്റി മൊത്തം ഒരു പ്രൈവസി ആയിട്ട് അവിടെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് ഞാനൊരു ഫയൽ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ വരുന്ന ഒരു എക്കോസിസ്റ്റം ഇല്ലെങ്കിൽ ഇവൻ്റെ ഒരു കാര്യം എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഒന്ന് savik.com ആണ്, അതേപോലെ തന്നെ savikscan.com ആണ്, അതേപോലെ തന്നെ കാബിയ കാർഡാണ്, അതേപോലെ തന്നെ സ്വിച്ച് കോയിൻ ആണ്, അതേപോലെ തന്നെ സെൻട്ര എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഈ ഒരു സെറ കോയിനും ഉണ്ട്. അപ്പോൾ ഒക്കെ ഇവൻ്റെ ഈ ഒരാൾ തന്നെയാണ്, അല്ലെങ്കിൽ ഏറ്റവും ഇതിൻ്റെ ടോപ്പിൽ നിൽക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ആ ഒരു മലയാളി തന്നെയാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ ഇപ്പോഴും വായി തുറന്ന് പറയുന്നില്ല, ചിലപ്പോൾ അനീഷ് മേനോൻ ആയിരിക്കാം. എനിക്ക് പറയാൻ എന്താ ആയിട്ടോ ഇല്ലെന്നല്ല, ഒരുപാട് പേർക്ക് അറിയാം, അത് പറഞ്ഞാലും ഇല്ലെങ്കിലും ഇയാൾ തന്നെ ആയിരിക്കും. ഇയാളുടെ താഴെയുള്ളവർ പക്ഷേ ഇയാൾ എന്താ ചെയ്യുക? ഓണായിട്ടുള്ള ഓഫീസ് എൻ്റെ ആണെന്ന് പറയില്ല, ഞാൻ ഇതിലൊരു ലീഡറാണ്, നിങ്ങൾക്ക് ഓരോ ഇവൻ്റ് നടത്തുമ്പോഴും ഞാൻ ഇങ്ങനെ വന്നിറങ്ങി, ഞാൻ അങ്ങനെ വന്നിറങ്ങി, ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് തരിക. അയാളുടെ ഒരു വേർഡ്സും ഡയലോഗ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ അതിൽ വീണു പോകും. അതേപോലെ തന്നെ നിങ്ങളോട് അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ സ്വിച്ച് കോയിനിൽ നിങ്ങൾ സ്വിച്ചിൽ വന്നിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ ട്രീവ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിലൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം എന്ന് പറയുന്ന ആൾക്കാർ നിങ്ങളോട് പറയുന്നതിൽ കൺവിൻസ് ചെയ്യാനാണ് അവർ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുണ്ടാവുക. നിങ്ങളുടെ ആ പൈസ ഇട്ടില്ലെങ്കിലും നിങ്ങൾ ഈ ഒരു കാര്യം വന്നിട്ട് നിങ്ങൾ പൈസ ഇട്ടില്ല, പക്ഷെ അതേ കാര്യം വേറൊരാളോട് പറഞ്ഞിട്ട് അത് അങ്ങോട്ട് മൗത്ത് പ്രൊമോട്ടും ചെയ്യാനുള്ളതിൽ നല്ല രീതിയിൽ ട്രെയിനിങ് ആയിരിക്കും ഓരോ ലീഡറും. അപ്പോൾ ഇതിലൊന്നും പോയി പെടാതിരിക്കാനാണ് ഇങ്ങനെയുള്ള കുറച്ച് ഇൻഫർമേഷനൊക്കെ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ നമുക്കിവിടെ ഈ എല്ലാ വെബ്സൈറ്റും എടുത്തു, സാവി എടുത്തു, കാബിയ കാർഡ് എടുത്തു, സ്വിച്ച് കോയിനും എടുത്തു, അതേപോലെ തന്നെ എക്സെൻട്ര എടുത്തു. ഈ എല്ലാ കാര്യങ്ങളും എടുത്താലും ഇതിലൊക്കെ ഒരു ഓണർഷിപ്പ് അവിടെ അവരൊരിക്കലും നേരെ എല്ലാവരോടും ഈ പബ്ലിസിറ്റി ആയിട്ട് പറഞ്ഞിട്ടില്ല. ഇതിൻ്റെ ചിലരൊക്കെ ഒന്ന് ചോദിക്കുന്നുണ്ടാവും ഇതിൻ്റെ ഓഫീസ് എവിടെയാണെന്ന് ചോദിച്ചാൽ അവർക്കൊരു ക്വസ്റ്റ്യൻ മാർക്ക് ആയിരിക്കും. ഞങ്ങൾ അവിടെ ഉണ്ട്, 140 കൺട്രീസിലുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മാത്രമാണ് അവർ പറയുന്നുള്ളൂ. അതിന് പ്രോപ്പറായിട്ട് ഇവിടെയാണ്, അത് ലീഗലൈസ് ആണ്, ഇത്രത്തോളം ഞങ്ങൾക്ക് ഇതുണ്ട് എന്നുള്ള ഒരു കാര്യം പറയില്ല. അവരുടെ വെബ്സൈറ്റിൽ വെറുതെ എഴുതിയത് കണ്ടിട്ട് അത്രത്തോളം കൺട്രീസിൽ ഉണ്ട്, ഇല്ലെങ്കിൽ 3 ലക്ഷം ആൾക്കാർ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണ് വളരെയധികം എന്താണെന്ന് പറയുക മണ്ടന്മാരാവുക എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരുപാട് ഡൊമൈൻസ് ഒന്നും ഓവർഷിപ്പ് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഓണർഷിപ്പ് പ്രൊട്ടക്ഷൻ അവർ എന്ത് ചെയ്തിട്ടില്ല, ക്ലെയിം ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ എല്ലാ സ്കാം ഡിറ്റക്ഷൻ പ്ലാറ്റ്ഫോമിലും ഇതിന് വളരെയധികം ലോ സ്കോറാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇല്ലെങ്കിൽ ഏതൊരു പ്ലാറ്റ്ഫോം എടുത്താലും ആൾക്കാരുടെ അഭിപ്രായങ്ങൾ വെച്ചിട്ടും അതേപോലെ തന്നെ ആൾക്കാർ ഇതിൽ ഇത്രത്തോളം ആക്ടിവേറ്റ് ഈ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് അതിനൊരു സ്കോർ കൊടുക്കും. ആ ഒരു സ്കോറിലൊക്കെ ഇത് വളരെയധികം കുറവാണ്, 100ൽ 13.5 എന്നുള്ള രീതിയിൽ മാത്രമാണ് ഇതിന് സ്കോറുള്ളൂ. അതേപോലെ തന്നെ ചില ഇപ്പോൾ കാബിയ കാർഡിന് എന്താണ് സ്കോറില്ല, അല്ലെങ്കിൽ കാബിയ കാർഡിന് എന്താണെന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഒരു 1.5 മാസമായിട്ടൊക്കെയാണ് ഇതിൻ്റെ ലോഞ്ചും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർ എന്താണ് ഇതിലാക്കാൻ ഒരു പേടിയാണ്. 6 ലക്ഷം രൂപയൊക്കെ കൊണ്ട് ഇട്ടിട്ടുള്ളവർ വളരെയധികം പേടിച്ചു എന്നുള്ള കാര്യമാണ്. ഇപ്പം നിങ്ങൾക്ക് ഏണിങ് കിട്ടിയാലും ഇല്ലെങ്കിൽ ഒരു രീതിയിൽ എന്തെങ്കിലും ഒരു ആശ്വാസം നിങ്ങൾക്ക് ഏണിങ് ആയിട്ട് കിട്ടിയാലും ഫ്യൂച്ചറിൽ നിങ്ങളുടെ ആ ഫുള്ള് പൈസ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല എന്ന് 100% ഞാൻ പറയുന്നു. ഈ ഒരു വീഡിയോ ആ ഒരു സമയത്ത് നിങ്ങൾ എന്തായാലും കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവൻ്റെ ഒരു ഓണർഷിപ്പ് പാറ്റേൺ ഇങ്ങനെ ഹിഡൻ ചെയ്യുന്നത് ഇല്ലെങ്കിൽ ഹൈഡ് ചെയ്യുന്നത് വളരെയധികം റെഡ് ഫ്ലാഗ് ആണ്. നിങ്ങൾക്ക് ഒരിക്കലും ഇതിൽ വിശ്വസിക്കേണ്ട എന്നുള്ള രീതിയാണ്. അപ്പോൾ ഇത് എല്ലാം കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ ഓരോ പ്രൊജക്റ്റിൽ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും ഇവർ ന്യൂ ഡൊമൈൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതാണ് ഇവിടെ ഏറ്റവും വളരെയധികമായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ഒരു സ്കില്ലെന്ന് പറയുന്നത്. നിങ്ങൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും കൂടുതലായിട്ടുള്ള ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ആയിട്ടുള്ള ഒരു വാഗ്ദാനങ്ങൾ അവർ കൊണ്ടുവരും. അതിൽ നിങ്ങൾ വീഴും, നിങ്ങൾ വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഇതിൽ എന്ത് ചെയ്യും, മതിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ തന്നെ ഈ ഒരു
ഒരു പ്രൊജക്റ്റ് വിറ്റ് ആ കാശ് പോയി എന്നുള്ള രീതിയിലേക്ക് എത്താനാണ് അവർ ശ്രമിക്കുകയുള്ളൂ എന്നൊന്നും നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ നിങ്ങളെ കോടീശ്വരനാക്കോ, ഒരിക്കലും നിങ്ങളെ കോടീശ്വരനാക്കില്ല. അതേപോലെ തന്നെ ഈ എല്ലാ എക്കോസിസ്റ്റം സ്ട്രക്ചറും ഇല്ലെങ്കിൽ എല്ലാവരുടെ ഈ ഒരു രീതിയൊക്കെ ഈ 4-5 പ്ലാറ്റ്ഫോമിലും ഒരേതാണെന്ന് നമുക്ക് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ആ എല്ലാം ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് സ്കാൻ ചെയ്തപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ദ പ്ലാറ്റ്ഫോം അപ്പിയർ ഇന്റർകണക്റ്റഡ് ത്രൂ ബ്രാൻഡിങ്, നെയിമിംഗ് കൺവേർഷൻ ആൻഡ് എക്കോസിസ്റ്റം സ്ട്രക്ചർ, ഒബ്സേർവ്ഡ് സ്ട്രക്ചർ. എന്താണെന്ന് പറഞ്ഞാൽ ഇവൻ്റെ ബ്രാൻഡിങ് തൊട്ട് ഇവൻ്റെ നെയിമിംഗ് തൊട്ട് ഇവൻ്റെ എല്ലാ കാര്യങ്ങളും സെയിം മെത്തേഡിലാണ്. അതുപോലെ തന്നെ ഈ ഓരോ ബ്രാൻഡുകളും ഈ ഓരോരോ പ്രൊജക്റ്റിനെയും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാകാം കഴിഞ്ഞ പ്രൊജക്റ്റിൽ പറ്റിച്ച ആൾക്കാർ തന്നെയാണ് ഇത് വീണ്ടും വീണ്ടും വന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു ഓരോ ഇങ്ങനെയുള്ള സ്കാൻ വെബ്സൈറ്റ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോം ഡിറ്റക്റ്റ് ചെയ്യുന്ന വെബ്സൈറ്റുകൾ 13.5 മാത്രമാണ് ഈ ഒരു ഫസ്റ്റ് പ്രൊജക്റ്റ് സിഷ്കോയിനിൽ എന്ത് ചെയ്തിട്ടുള്ളൂ, സ്കോർ കൊടുത്തിട്ടുള്ളൂ. സാവിക്കിൽ 18.6 മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ക്യാബേക്കാർഡിൽ 17.6 മാത്രമാണ് ഈ ഒരു ഇതിൻ്റെ ഏറ്റവും ട്രസ്റ്റഡ് ആയിട്ടുള്ള എന്നുള്ള പേഴ്സൻറ്റേജ് അവിടെ കൊടുത്തിട്ടുള്ളൂ. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ക്യാബേ കാർഡ് ഇപ്പോൾ വന്നിട്ടുള്ളൂ. അപ്പോൾ തന്നെ 17.6 ഇത്ര പെർസെൻറ്റേജ് അതിനുള്ളൂ എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി കംപ്ലയിൻറ്റ്, ഒരുപാട് കമ്മ്യൂണിറ്റി കംപ്ലയിൻറ്റ് നമുക്കിപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും. ആ ഒരു രീതിയിലൊക്കെ നിങ്ങൾ നോക്കുക, നിങ്ങൾ തന്നെ ഒന്ന് റിസർച്ച് ചെയ്യുക. ഇപ്പോൾ പെട്ടെന്ന് വന്ന് എൻ്റെ വീഡിയോ ഒന്ന് നോക്കുന്നുണ്ടല്ലോ, അതേപോലെ തന്നെ നിങ്ങൾ നെറ്റിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക ഇത് നല്ലതാണോ ഇല്ലെന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ യൂട്യൂബിലൊക്കെ നോക്കിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ വീഡിയോ എന്താണ് ഇതിങ്ങനെ സ്കാം ആണെന്ന് ഫസ്റ്റ് വന്ന് കിടക്കുന്നുണ്ട്. അതേ എനിക്ക് വളരെയധികം മലയാളീസിൻ്റെ ഇതിൽ എനിക്ക് നല്ല ആശ്വാസമുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് എത്തുന്നുണ്ട്. എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാത്ത ആൾക്കാരൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും സന്തോഷം, നിങ്ങളുടെ പൈസ ഇപ്പോൾ വളരെയധികം സേഫ് ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഓവറോൾ ഒരു ഇത് നോക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഹൈലി ആയിട്ടുള്ള ഇൻകം 5,000 10,000 ഇല്ലെങ്കിൽ ലക്ഷങ്ങൾ ഇട്ടിട്ട് നിങ്ങൾക്ക് കോടീശ്വരൻ ആവുന്ന ഏതൊരു പ്രൊജക്റ്റ് പറയാന്നുണ്ടെങ്കിലും കോടീശ്വരൻ. അതേപോലെ തന്നെ BMW കാർ, അതേപോലെ തന്നെ വീട്, അതേപോലെ തന്നെ നിങ്ങൾക്ക് പണിക്ക് വേണ്ടുള്ള പൈസ, ഡെയിലി ഇൻകം, ഡെയിലി ഇത്രത്തോളം പൈസ ഒരുപാട് പൈസ ഇങ്ങനെ ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പ്ലാറ്റ്ഫോം ഫേക്ക് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് വളരെയധികം ഇപ്പോൾ നമുക്ക് എവിടെയെങ്കിലും അധ്വാനിക്കാതെ പൈസ കിട്ടുമോ? ഒരിക്കലും പൈസ കിട്ടില്ല എന്നുള്ള 100% മനസ്സിലായിരിക്കും. അതുകൊണ്ടാണ് ഇത്രയുള്ള ഗവൺമെൻറ് ഇത്രയുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം ഇങ്ങനെയുള്ള ലീഗലായിട്ടുള്ള കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്കൊക്കെ കംപ്ലയിൻറ്റ് കൊടുത്തു എന്ന് പറഞ്ഞാൽ, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കംപ്ലയിൻറ്റ് കൊടുത്തു എന്ന് പറഞ്ഞാൽ വല്ലതും നടക്കും? ഒന്നും നടക്കില്ല. എന്താണെന്ന് പറഞ്ഞാൽ അവൻ്റെ ഐഡൻറ്റിറ്റി ഇല്ല. അവർ ഇവിടുത്തെ കേരളത്തിലൊരു കമ്പനിയല്ല, അവർ വെളിരാജ്യത്തൊരു കമ്പനിയാണ്. നമ്മളിവിടെ എന്ത് കൊടുത്താലും അത് കേസായിട്ട് അങ്ങനെ പോവും. ആ കമ്പനിയുടെ പേരിൽ അങ്ങനെ കിടക്കും എന്നുള്ള രീതിയിലല്ലാതെ നിങ്ങൾക്ക് ഒരു ചുക്കം ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലാക്കുക. അപ്പോൾ അത് കാരണം നമ്മൾ തന്നെ ഇത് ഓണായിട്ട് മനസ്സിലാക്കിയിട്ട് പൈസ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പെക്സ് ടോക്കൻ്റെ വാല്യൂം കൂടി ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. 0.00043662 എന്നുള്ളൊരു വാല്യൂലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ 0.001 ആയിരുന്നു. അപ്പോൾ അതാണ് അവസ്ഥ. അപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് ഇനിയെങ്കിലും ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകളിൽ പുതിയ പ്രൊജക്റ്റുകൾ വരും. പേര് മാത്രമാണ് മാറുള്ളൂ. ആൾക്കാരും ഈ കാര്യങ്ങളും ഇവർ പറഞ്ഞിട്ടുള്ള ഐഡിയാസും എല്ലാം സെയിം ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഒരുപാട് വേറെ പുതിയ കാര്യങ്ങൾ വരട്ടെ. നമ്മുടെ വീഡിയോയിൽ നേരത്തെയൊക്കെ എയർ ഡ്രോപ്പ്, ടെസ്റ്റ് നെറ്റ് അങ്ങനെയുള്ള ടെലിഗ്രാം പ്രൊജക്റ്റൊക്കെ ഇട്ടിട്ട് ഒരുപാട് പൈസ കിട്ടിയ ആൾക്കാരുണ്ട്. അപ്പോൾ അതേപോലെ പുതിയ ട്രെൻഡ് വരട്ടെ. ട്രെൻഡ് വന്നെന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ ആയിട്ട് പറഞ്ഞു തരാം. അതേപോലെ തന്നെ പെർപ്ലിസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളതിൽ ഒരു റെഫറിംഗ് പ്രോഗ്രാമിൽ 10,000 5,000 15,000 ഒക്കെ ഈസി ആയിട്ട് ഒരു പൈസ മുടക്കാതെ ആൾക്കാർ എടുത്തിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. അല്ലാതെ നിങ്ങൾ ഇപ്പോൾ ഇതിൽ പിന്നെ ചിലവരൊക്കെ നോക്കുന്നുണ്ടാവും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോം ഉണ്ടോ ഇതിലിട്ടു എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഹൈ പൊട്ടൻഷ്യൽ ആയിട്ട് റിട്ടേൺ കിട്ടും. അങ്ങനെ കിട്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു രാജ്യത്തിൽ എല്ലാവരും കോടീശ്വരന്മാരായിട്ടുണ്ടാവും എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ കുറേ റിയാലിറ്റിയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം മനസ്സിലാക്കണം എന്നുള്ള കാര്യം കൊണ്ട് മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അപ്പെക്സ് ടോക്കൻ്റെ 6ൻ്റെയൊക്കെ അപ്ഡേറ്റ് നോക്കിയിട്ടാണെന്നുള്ള ആൾക്കാരാണെങ്കിൽ ഇനിയെങ്കിലും അതിൽ പോയിട്ട് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിരിക്കുക. നിങ്ങൾ എന്തായാലും പെട്ടു, നിങ്ങളുടെ ഫ്രണ്ടിനെ പെടുത്താതിരിക്കാൻ കൂടി ശ്രമിക്കുക എന്നുള്ള കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ. ഒരുപാട് ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ടോ, നല്ലൊരു ഇൻഫർമേഷനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബൈ.